ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വിഷു മേക്കപ്പ് ലുക്കാണ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നല്ല, എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മേക്കപ്പാണ്. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നല്ലോണം ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്ത് ഞാൻ റിവോനയുടെ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തു. ചുണ്ട് നല്ല പിഗ്മെൻറ്റേഷനും ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തത് ലോറിയലിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷനും സ്ട്രോപ്പ് ക്രീമും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്ത്. വിഷുക്കല്ലേ, ഒന്ന് തിളങ്ങിയിരുന്നോട്ടെ എന്ന് വിചാരിച്ച്. ഇത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടിട്ട് പിന്നെ സ്പഞ്ച് കൊണ്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതും കഴുത്തിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്തും കൂടി ഓർക്കണം, എല്ലാതും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം, എന്നാലാണ് കളറ് സെയിം ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ കഴുത്തിൽ ഒരു കളറും ഫേസിൽ വേറെ കളറും ആയിട്ടിരിക്കും. അടുത്ത ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് ഇട്ട് കൊടുത്തത്. അടുത്ത് ഞാൻ ഇറ്റ്യൂഡിൻ്റെ ഒരു ഹൈബ്രോ പെൻസിൽ കൊണ്ട് ഹൈബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ആദ്യം ഞാൻ ഹൈബ്രോ ഒന്ന് അതിൻ്റെ ബ്രഷ് കൊണ്ടൊന്ന് കോംബ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം പെൻസിൽ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്തു. പിന്നെ വീണ്ടും കോംബ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്തു. ഇത് റെനയുടെ 3-in-1 പ്രൊഡക്റ്റാണ്. ഇതിൽ ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരെണ്ണം ബ്ലഷ് ആൻഡ് ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ ഹൈലൈറ്റർ, അങ്ങനെ 3 ഉള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ബ്ലഷ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഐ ഷാഡോ ആയിട്ടും കവിളിൽ ബ്ലഷായിട്ട് കവിളിൽ ഒന്ന് ചുവന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മൂക്കിൽ താടിയിലൊക്കെ ഒന്ന് ചുവന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ ഞാനിതൊക്കെ കൈ വെച്ചിട്ടാട്ടോ ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ബ്രഷൊന്നും എടുത്തിട്ടില്ല, ബ്രഷൊന്നും എൻ്റെ ഇല്ല, ഞാൻ ബ്രഷൊന്നും വാങ്ങിക്കാറില്ല, കൈ വെച്ചിട്ട് തന്നെ ചെയ്യാറ്. പിന്നെ ഞാൻ അതിലത്തെ ഹൈലൈറ്റർ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ആ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് ഗ്ലൈസിങ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു. പിന്നെ ചീക്കിൽ നമ്മുടെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെയ്തു. പിന്നെ മൂക്കിൽ ചെയ്തു, താടിയിൽ ചെയ്തു, നെറ്റിയിൽ ചെയ്തു. പിന്നെ ഐബ്രോയുടെ താഴത്തായിട്ട് ഐബ്രോ ഒന്നും കൂടി ഒന്ന് എടുത്ത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ട് ചെയ്തു. അടുത്തത് മെബിലിൻ്റെ മസ്കാരയാണ്. അത് നല്ലൊരു മസ്കാരയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ണിൽ മുകളിലും താഴത്തും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു, കണ്ണൊക്കെ നല്ല വിടർന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ മസ്കാര വാട്ടർ പ്രൂഫാണ് കേട്ടോ. പിന്നെ സ്പ്രെഡ് ആവുന്നില്ല, നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ ആകെ അങ്ങോട്ട് പരക്കില്ലേ, അങ്ങനെയൊന്നും ഇതാവാറില്ല കേട്ടോ. അടുത്തത് മെബിലിൻ്റെ തന്നെ ഐലൈനറാണ്. അതെനിക്ക് ക്യാമറ നോക്കിയിട്ട് ശരിക്കും എഴുതാൻ പറ്റാത്ത കാരണം ഞാനൊരു കണ്ണാടി വെച്ചിട്ട് എഴുതുകയാണ്. മുകളിൽ എഴുതി കൊടുത്തു. സ്റ്റുഡിയോൻ്റെ കാജലാണ്. ഇത് സ്പ്രെഡ് ആവുമോ ചോദിച്ചാൽ ഇല്ല, അങ്ങനെ സ്പ്രെഡ് ആവാറില്ല. കുറേ നേരമൊക്കെ വെക്കുമ്പോൾ ആയെങ്കിലേ ഉള്ളൂ. പിന്നെ ഇതൊരു ലിപ് ലൈനറാണ്. ഇതിൻ്റെ ബ്രാൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ നാട്ടിലുള്ള ഒരു ഫാൻസി കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ അതൊന്ന് മാഞ്ഞു പോയിരിക്കുന്നു. അത് വെച്ചിട്ടൊന്ന് ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. എനിക്ക് എപ്പോഴും ലിപ്പ് ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടാനാണ് കൂടുതലിഷ്ടം. എനിക്കതാണ് നന്നായിട്ട് തോന്നിയില്ല, ഞാൻ എപ്പോഴും ലിപ് ലൈനർ ഉപയോഗിക്കാറുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് വെറ്റ് എൻ വൈൽഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഒരുവിധം ഫേമസ് ആയ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. കാരണം നല്ല ഓവറായിട്ടും ഉണ്ടാവില്ല, എന്നാൽ
അത്യാവശ്യം ഉണ്ടാവും ചെയ്യും ലിപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ലോണം. പിന്നെ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇത്ര ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവില്ല, അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. അങ്ങനെ അത് നന്നായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊരു പൊട്ട് വെച്ചു. ഇപ്പോഴാണ് ശരിക്കും ഒരു ഭംഗിയായത് അല്ലേ. പൊട്ട് വെച്ചാലാണ് നമുക്ക് എപ്പോഴും ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുക. അടുത്ത ഞാൻ മുടി കെട്ടാൻ പോവാണ്. അപ്പോൾ ആദ്യം സ്ട്രീക്സിൻ്റെ സെറം എടുത്തിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തു. മുടി നന്നായിട്ടൊന്ന് ഒതുങ്ങിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സെറം അപ്ലൈ ചെയ്തത്. പിന്നെ ഞാൻ മുടി കെട്ടണമൊന്നും കാണിക്കണില്ല, രണ്ട് സൈഡിലും ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് സ്ലൈഡ് കൊണ്ട് കുത്തിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് വന്നു. അടുത്ത് നമുക്ക് സിന്ദൂരം ഇടാം. ഐടെക്സിൻ്റെ ലിക്വിഡ് സിന്ദൂരാണ് ഞാൻ ഉപയോഗിക്കാറ്. ട്രഡീഷണൽ ലുക്കായ കാരണം കുറച്ചധികം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ജ്വല്ലറി ഇടാം. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ മാലയും കമ്മലും വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സെറ്റാണിത്. ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിന് കളറൊന്നും ഫെയ്ഡ് ആവണില്ല. നല്ലൊരു സെറ്റാണിത്. അതിന് നല്ലൊരു ചുമക്കിയുണ്ട്, അപ്പോൾ ഞാൻ അതും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ മുടി ഫ്രണ്ടിക്കൊക്കെ ഇട്ട് നോക്കിയിട്ട് ഏതാണ് ഭംഗി, ഫ്രണ്ടിക്ക് ഇടണാണോ ഭംഗി, ബാക്കിക്ക് ഇടണാണോ ഭംഗി എന്നൊക്കെ നോക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു കയ്യിൽ വാച്ച് ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാച്ചാട്ടോ, കാരണം ഇത് റോസ് ഗോൾഡ് ഷെയ്ഡ് ആയതുകൊണ്ട് എൻ്റെ കൈക്ക് നല്ല സ്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ മറ്റേ കയ്യിൽ ഓറഞ്ച് കളർ കുപ്പിവള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വിഷു ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ പൂ വയ്ക്കാതെ എങ്ങനെയാണ്, അപ്പോൾ പൂ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുടിയുടെ അടിയിൽ കൂടെ അങ്ങനെ എടുത്തിട്ടുള്ള സ്റ്റൈലിലാണ് ഞാൻ പൂ വയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ അതും വെച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ വിഷു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം എങ്ങനെയുണ്ട്, എന്നെ കാണാനും ഭംഗിയുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ മേക്കപ്പ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഓക്കെ, ബായ്.